ഡൽഹിയിൽ കനത്ത മഴ തുടരുകയാണ്. ഇന്നലെ രാത്രി 1 മണിയോട് കൂടിയാണ് ഡൽഹിയിൽ മഴ ആരംഭിക്കുന്നത്. പക്ഷേ ഉഷ്ണതരംഗത്തിന് ഒരു ആശ്വാസമായി എത്തുമെന്ന് കരുതിയ മഴ അത് ഡൽഹിയിലെ ജനങ്ങളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടാകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ കൊണോട്ട് പ്ലേസിലെ മിൻഡോ റോഡിലാണ്. ഇവിടെ വെള്ളക്കെട്ട് അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇന്നലെ 1 മണിയോട് കൂടി പെയ്ത മഴയിൽ മിൻഡോ റോഡ് പൂർണ്ണമായും വെള്ളക്കെട്ടിൽ മുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ചില പോലീസ് ബാരിക്കേഡുകൾ കാണുവാൻ സാധിക്കുന്നു. ഒരടി പൊക്കമുള്ള പോലീസ് ബാരിക്കേഡുകളാണ്. അത് പൂർണ്ണമായും വെള്ളത്തിനടിയിലായ ഒരു സാഹചര്യമുണ്ട്. അതിനപ്പുറം നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. ചില ട്രക്കുകൾ ഈ മിൻഡോ റോഡിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ട്രക്കിനപ്പുറത്ത് ചില കാറുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. എന്തായാലും വെള്ളം ഇങ്ങോട്ട് വരുന്നത് തുടരുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും കനത്ത മഴയാണ് ഇന്ന് ഡൽഹിയിൽ പ്രവചിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളടക്കം ഉഷ്ണതരംഗത്തിൽ ഡൽഹി വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലായിരുന്നു. അതിന് ആശ്വാസകരമായി മഴ എത്തുമെന്ന് കരുതിയിരുന്നെങ്കിലും ആ മഴയിൽ ജനജീവിതം പൂർണ്ണമായും തടസ്സപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. ഇതിനു പുറമെ ഡൽഹിയിലെ പല മേഖലകളിലും വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ്. ജനജീവിതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരിടത്തേക്കും പോകാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാണ് ജനങ്ങൾ. എങ്ങനെ ഈ റോഡ് മുറിച്ച് കിടക്കുമെന്നുള്ളൊരു ആശയക്കുഴപ്പത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. പ്രദേശവാസികളടക്കം ഇവിടെ കൂടിയിട്ടുണ്ട്. भैया ये पानी कब भर गया? ये भरा है 3 बजे करीब बारिश हुई है और 5-6 बजे करीब भरा है। कितना गाड़ी अंदर फंस गया? 2 है। 2 गाड़ी? हाँ, एक दूध का ट्रक है, एक फॉर्च्यूनर है। कोई आदमी कुछ प्रॉब्लम नहीं है ना? नहीं, वो नहीं है, वो तो निकल गए। वो निकल गए आदमी तो। ये हर दिन हर जैसा हो रहा है हर बारिश में? नहीं, मैंने हर बारिश में मैं पहली बार देखा हूँ। दिल्ली में अभी आया था, पहली बार देखा हूँ। എന്തായാലും ഇത്തരത്തിലുള്ള കാഴ്ചകൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നാണ് ചിലർ പറയുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം വെള്ളപ്പൊക്കം ഡൽഹിയിലുണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും സമാനമായ സാഹചര്യങ്ങളിലേക്ക് ഡൽഹിയിലെ കാര്യങ്ങൾ പോവുകയാണ്. ഇതുകൂടെ തന്നെ ഡൽഹി വിമാനത്താവളത്തിലും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഡൽഹി വിമാനത്താവളത്തിലെ ടെർമിനൽ 1 മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു വീണിട്ടുണ്ട്. ഇതിൽ നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റുകയും അതുപോലെ തന്നെ നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിനെ തുടർന്ന് ഇപ്പോൾ ഡൽഹി വിമാനത്താവളത്തിലെ ടെർമിനൽ 1 നിന്നുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സർവീസ് ഉണ്ടാകില്ല എന്നാണ് വിമാനത്താവള അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും യാത്രക്കാരടക്കം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ജനജീവിതത്തെ പൂർണ്ണമായും താറുമാറാക്കിയിരിക്കുകയാണ്. ഡൽഹിയിൽ ഉഷ്ണതരംഗത്തിന് ആശ്വാസകരമായി എത്തിയ മഴയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. എന്തായാലും ഡൽഹിയിൽ അടുത്ത മണിക്കൂറുകളിലും കനത്ത മഴയാണ് പ്രവചിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ മേഖലയിൽ കൂടുതൽ പ്രതിസന്ധികൾ രൂക്ഷമാകാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്.